നടക്കുന്ന ജമ്മു കാശ്മീർ പോലീസ് സ്റ്റേറ്റ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയാണ് ഇപ്പോൾ എന്തായാലും കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. മലപ്പുറം ജില്ലയിൽ ഭൂഗർഭ ജലനിരപ്പ് അപകടകരമായ രീതിയിൽ താഴുന്നതായി പഠനങ്ങൾ. ഓരോ വർഷം കഴിയുമ്പോഴും ശരാശരി 3 മീറ്ററോളമാണ് ജില്ലയിലെ ഭൂഗർഭ ജലവിധാനം താഴേക്ക് പോകുന്നത്. നാഷണൽ ഹൈഡ്രോളജി പ്രോജക്ടിന്റെ ഭാഗമായി നടത്തിയ പുതിയ സർവേയിലാണ് കണ്ടെത്തൽ. കുടുംബശ്രീയുടെ സഹായത്തോടെ നടത്തിയ ആദ്യഘട്ട കണക്കെടുപ്പ് പ്രകാരം മലപ്പുറം ജില്ലയിൽ മാത്രം 74,838 കുഴൽക്കിണറുകളുണ്ടെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. ജില്ലയിലെ 14 ബ്ലോക്ക് പഞ്ചായത്തുകളിൽ നടത്തിയ സർവേയിലാണ് ഇത്രയധികം കുഴൽക്കിണറുകൾ കണ്ടെത്തിയിട്ടുള്ളത്. സംസ്ഥാനത്തെ 93 ബ്ലോക്കുകളിൽ സർവേ പൂർത്തിയായപ്പോൾ ആകെ 5 ലക്ഷത്തിലധികം കുഴൽക്കിണറുകളാണ് സംസ്ഥാനത്തൊട്ടാകെ സ്ഥിരീകരിച്ചിട്ടുള്ളത്. മഴയുടെ കുറവും അനിയന്ത്രിതമായ ചൂടും ജലചൂഷണവുമാണ് ഈ അവസ്ഥയ്ക്ക് പ്രധാന കാരണം. കുഴൽക്കിണറുകളുടെ ആഴം വർദ്ധിക്കുന്നത് ഭൂഗർഭ ജലസ്രോതസ്സുകൾ വറ്റാൻ കാരണമാകുന്നുണ്ടെന്നാണ് വിദഗ്ധ പഠനങ്ങൾ നൽകുന്ന മുന്നറിയിപ്പ്. ഈ സാഹചര്യത്തിൽ അനിയന്ത്രിതമായ ജലചൂഷണം തടയാൻ കർശന നടപടികളുമായി സർക്കാർ മുന്നോട്ട് വരികയാണ്. നിലവിൽ തദ്ദേശ സെക്രട്ടറിമാരുടെ അനുമതിയോടൊപ്പം ഭൂജല വകുപ്പിന്റെ ക്ലിയറൻസും ഉണ്ടെങ്കിൽ മാത്രമേ പുതിയ കുഴൽക്കിണറുകൾ നിർമ്മിക്കാൻ അനുവാദമുള്ളൂ. അമിതമായി ജലമുപയോഗിക്കുന്ന വ്യവസായങ്ങൾക്കും അനധികൃത നിർമ്മാണങ്ങൾക്കുമെതിരെ പരിശോധനകൾ ശക്തമാക്കാനാണ് ജില്ലാ ഭരണകൂടത്തിന്റെ തീരുമാനം. കേരള വിഷൻ ന്യൂസ്, മലപ്പുറം. ഇടുക്കി മൂന്നാർ നല്ലതണി എസ്റ്റേറ്റിലെ കല്ലാർ മാലിന്യ പ്ലാന്റിലുണ്ടായ തീപിടുത്തം മൂന്നാർ ഗ്രാമപഞ്ചായത്തിന്റെ അറിവോടെയാണെന്ന് യുവമോർച്ച നേതാക്കൾ. മുൻപും ഇത്തരത്തിൽ ഇവിടെ 2 തവണ തീപിടുത്തമുണ്ടായി. അന്ന് പ്രതിഷേധവുമായി എത്തിയപ്പോൾ സബ് കളക്ടർ അടക്കം ഇനി ഇവിടെ ഇത്തരത്തിൽ ഉണ്ടാകില്ല എന്ന വാക്ക് തന്നതാണെന്നും യുവമോർച്ച നേതാക്കൾ കേരള വിഷൻ ന്യൂസിനോട് പറഞ്ഞു. ഇന്നലെ വൈകുന്നേരത്തോടെയാണ് ഈ കല്ലാറിലെ മാലിന്യ പ്ലാന്റിൽ തീ കത്തി തുടങ്ങിയത്. ആദ്യഘട്ടം എന്ന നിലയിൽ പഞ്ചായത്ത് പ്രസിഡന്റ് എല്ലാം വ്യക്തമാക്കിയത് സോളാർ ഫെൻസിംഗിന്റെ ബാറ്ററി പൊട്ടിത്തെറിച്ചാണ് ഇവിടെ തീപിടുത്തമുണ്ടായതെന്നാണ് ഇവർ ഇന്നലെ പറഞ്ഞിരുന്നത്. പക്ഷേ അങ്ങനെയല്ല, ഈ സോളാർ ഫെൻസിംഗിന്റെ ബാറ്ററി അല്ല പൊട്ടിത്തെറിച്ചത്, ഇത് അവർ നശിപ്പിക്കാൻ വേണ്ടി തീയിട്ടതെന്നാണ് നാട്ടുകാരുടെ ആരോപണം. ഇതിനു മുൻപും തീ കത്തിയിട്ടുണ്ടായിരുന്നല്ലേ? ഇത് 4ാമത്തെ പ്രാവശ്യം. ഞങ്ങൾ ഫെബ്രുവരി മാസം തന്നെ യുവമോർച്ചയുടെ പേരിൽ ഒരു പ്രതിഷേധം ഇവിടെ നടത്തിയിരുന്നു. എന്നിട്ട് വണ്ടിയൊക്കെ തടഞ്ഞു വെച്ചപ്പോഴാണ് ബാക്കിയുള്ള ആൾക്കാരൊക്കെ വന്നത്. ഇത് വേസ്റ്റ് കൂടുന്തോറും അവർക്ക് ഇത് വേർതിരിക്കാനുള്ള മെഷീനറീസ് ഇല്ല. അപ്പം മനഃപൂർവ്വം ഇത് കത്തിച്ചു വിടുക. ഇവർ പറയുന്നത് 5-5:30ക്കാണ് തീ കത്തിയെന്ന്. ശരിക്കും പറഞ്ഞാൽ 3:30 തീ കത്തി തുടങ്ങി. ഇവിടുത്തെ സിറ്റുവേഷൻ അങ്ങനെയാ. ഇതുകൊണ്ടാണ് ഇഷ്ടം പോലെ ഇവിടെയുള്ള ആൾക്കാർക്ക് ക്യാൻസർ. ഇപ്പം നിലവിൽ അടുത്തുള്ള എസ്റ്റേറ്റിൽ